പിണറായി വിജയൻ ഉണ്ടല്ലോ ശരിക്കും ജനങ്ങളെ ബുദ്ധിമുട്ടിയിരുന്നു കേട്ടോ. വേണമെങ്കിൽ വി ഡി സതീശൻ പറഞ്ഞ ഈ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കി. അധികമായി കിട്ടുന്ന വരുമാനം കുറയ്ക്കാൻ സംസ്ഥാന സർക്കാരും തയ്യാറാണ്. ഓരോ പ്രാവശ്യവും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിക്കുമ്പോൾ അതിൽ ഏറ്റവും സന്തോഷിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കാരണം സംസ്ഥാന സർക്കാരിന്റെ നികുതി വരുമാനം അതനുസരിച്ച് ഉയരുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയും അതിന്മേലുള്ള എക്സൈസ് നികുതിയും അതിന്മേലുള്ള സെസ്സും എല്ലാം ഒരുമിച്ച് ചേർത്തിട്ടാണ് അതിന്മേൽ കേരളത്തിന്റെ നികുതി വർദ്ധിക്കുന്നത്. ഓരോ പ്രാവശ്യവും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ വരുമാനം ഉണ്ടാവുകയാണ്. കേന്ദ്രം വർദ്ധിപ്പിച്ചപ്പോൾ ഉണ്ടായ അധിക വരുമാനം സംസ്ഥാന സർക്കാർ ഉപേക്ഷിക്കണം എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. സാധാരണക്കാർക്ക് ഇത്ര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. എന്തായാലും താങ്കൾ ഇപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ ആണല്ലോ. ഈ സെസ്സും കെസ്സും കുസ്സൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒരു 10-50 റുപ്യക്ക് പെട്രോൾ തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷം കേട്ടോ. ഇവിടെ ഇടതുപക്ഷമാണെന്നുണ്ടെങ്കിലും വലതുപക്ഷമാണെന്നുണ്ടെങ്കിലും ഭരണം നല്ല രീതിയിലാവണം, മനുഷ്യന്മാർക്ക് സമാധാനം വേണം. സമാധാനം ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ വിളിച്ചു പോകും എന്നുള്ളതാണ്. അപ്പോൾ എന്തിനാണ് അന്ന് പൈസ കൂട്ടിയിരുന്നത് താങ്കൾക്ക് വഴിയെ മനസ്സിലാക്കിക്കോളും. ഈ പെൻഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെസ്സും കുസ്സൊക്കെ എടുത്തിരുന്നത്. പക്ഷേ അത് നിങ്ങൾ ഒഴിവാക്കി തരാമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. പക്ഷെ അരുണാണ് ഈ പ്രശ്നക്കാരനെ. അരുൺ എന്തോ പറയുന്നുണ്ട്. 1 രൂപ 2 രൂപ ഒക്കെ വില വർധന വരുന്ന സമയത്ത് സമരവുമായിട്ട് തെരുവിലിറങ്ങുന്ന മനുഷ്യനെ കണ്ടു. ഇപ്പോൾ 8 രൂപ കഴിഞ്ഞ 12 ദിവസം കൊണ്ട് കൂടി കഴിഞ്ഞിട്ട് ചില ആളുകൾ പറയുന്നു ഇതൊക്കെ അല്ലേ കൂടുമായിരിക്കും കേട്ടോ എന്ന മട്ടിലാണ് പ്രതികരണം. അപ്പോൾ പ്രതികരണം തന്നെ തണുത്തു പോയിരിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണല്ലേ നമ്മുടെയൊക്കെ പ്രതികരണത്തിൽ വന്നിരിക്കുന്ന മാറ്റം. പണ്ട് തെരുവിലിറങ്ങുകയും സൈക്കിൾ ഒന്നിക്കൊണ്ട് പോവുകയും സിലിണ്ടർ എടുത്തുകൊണ്ട് വെച്ച് നടക്കുകയൊക്കെ ചെയ്ത ആൾക്കാർ ഇപ്പോൾ ധരിക്കുന്നുണ്ട്. അവർക്കൊന്നും കമാതൊരു അട്ടണം ഇണ്ടാവില്ല കേട്ടോ. 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്നൊക്കെ പറഞ്ഞ കട്ടികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. എൻ്റെ പൊന്നരുണ് വെറുതെ കുത്തിത്തീർപ്പുണ്ടാക്കരുത്. പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാധനമൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമാവുന്നുള്ളത്. സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്ന് പറഞ്ഞൊന്നും കേട്ടോ നോക്കിയോളി. അത് ഇപ്പൊ നമ്മള് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് അതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്ത് അതിന്റെ ഇമ്പാക്ട് എന്താണെന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങളിലെ അതിന്റെ ഇമ്പാക്ട് കുറയ്ക്കാൻ, അതിന്റെ ആഘാതം കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്ന് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഞങ്ങളത് പരിശോധിക്കുകയാണ്. അതിന്റെ സാമ്പത്തികമായിട്ടുള്ള സാധാരണക്കാരന് ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ. പൊതുവെ കേരളത്തിലെ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില കൂടുതലാണ്. എൻ്റെ പൊന്നു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സാറേ, നിങ്ങൾ പല വാക്കും പലപ്പോഴും മാറ്റി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അന്ന് പിണറായി വിജയൻ്റെ മുന്നിലിരുന്ന് ഡയലോഗ് അടിച്ചില്ലേ, അത് കുറയ്ക്കണം ഇത് കുറയ്ക്കണം, അത് കുറച്ചാൽ ഇത് കുറച്ചാൽ പെട്രോൾ വില കുറഞ്ഞ് കിട്ടും എന്നുള്ളത്. താങ്കൾ എന്തായാലും മുഖ്യമന്ത്രി ആയില്ലേ, ആ വാക്കൊന്ന് പാലിക്കി കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കളിക്കാതിരിക്കണം. എന്താണ് എൻ്റെ പൊന്ന് വി ഡി സതീശൻ സാറേ എന്ന് വിളിച്ച വാക്ക് കൊണ്ട് പൊക്കി എന്ന് ഞങ്ങളെ കൊണ്ട് വിളിപ്പിക്കരുത്. കാര്യമായിട്ട് പറയുകയാണ്, വല്ലാത്തൊരവസ്ഥ തന്നെ. ഇനി വേറൊരു വാർത്തയും കൂടി ഒന്ന് കേൾപ്പിച്ചുതരാം, എന്നാലും നിങ്ങൾക്ക് സമാധാനം ആവുള്ളൂ. സമാധാനം ആയിക്കോട്ടെ, കേട്ടോളി. ഇതിലിപ്പോൾ പലർക്കും ഒരു സംശയമുണ്ടാവും, ഇന്ധനവില കൂട്ടുന്നതിൽ എന്താണ് തെറ്റ്, അന്താരാഷ്ട്ര സാഹചര്യം അനുസരിച്ച് കൂട്ടേണ്ടതല്ലേ എന്ന്. ഒന്നാമത്തെ കാര്യം 8 രൂപയുടെ വർധനമാണ്. അത് സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്നതല്ല. വിലക്കയറ്റങ്ങൾക്ക് അതിരൂക്ഷമായ പ്രത്യാഘാതം അതുണ്ടാക്കും. ഇനി ഇതിന്റെ ഒരു മറു യാഥാർത്ഥ്യം കൂടിയുണ്ട്. നേരത്തെ ഒരു പമ്പിൽ വെച്ച് ഒരു വാഹനം ഓടിച്ചുകൊണ്ടിരുന്ന ആൾ പറഞ്ഞതുപോലെ ക്രൂഡിന്റെ വില അന്താരാഷ്ട്ര വിപണിയിൽ സർവ്വകാല ഇടിവിലെത്തിയപ്പോൾ അതിന്റെ ആശ്വാസം ജനങ്ങൾക്ക് നൽകാതിരുന്ന സർക്കാരാണിത്. 2020-21 ശേഷം സർവ്വകാല ഇടിവിലെത്തി. ആ സമയത്ത് നമ്മൾ അടിക്കുന്ന 1 ലിറ്റർ ഇന്ധനത്തിന്റെ 56% നികുതിയും ചുങ്കവുമായിരുന്നു. നികുതി മാത്രമല്ല, ചുങ്കമാണ്. നികുതിയാണെങ്കിൽ സംസ്ഥാനങ്ങൾ കൂടി അതിന്റെ ഷെയർ കൊടുക്കണം. അപ്പോൾ 1 ലിറ്ററിന് നമ്മൾ ചെലവാക്കുന്ന പണത്തിന്റെ 56% വരെ നികുതിയായി ഈടാക്കി അന്ന് വിലക്കുറവിന്റെ ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് കൊടുക്കാതിരുന്ന സർക്കാർ വില കൂടുമ്പോൾ എണ്ണ കമ്പനികളുടെ നഷ്ടം പൂർണ്ണമായും സാധാരണ മനുഷ്യരുടെ ചുമലിലേക്ക് വെക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഇനി കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ജനസംഖ്യയുടെ പാതി 1.25 കോടി വാഹനങ്ങളുണ്ട്. വാഹന സാന്ദ്രത ജനപ്പെരുപ്പം പോലെ തന്നെ വലുതാണ് കേരളത്തിൽ. അതുകൊണ്ട് നമ്മെ സാരമായി തന്നെ ഇത് ബാധിക്കും. മാത്രമല്ല, ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്, ഇനി തെക്കേ അറ്റത്ത് കിടക്കുന്ന സംസ്ഥാനമാണ്. ഇപ്പൊ ചരക്ക് ഗതാഗതത്തെ ഒക്കെ ഇത് ബാധിക്കുന്ന സമയത്ത് ഏറ്റവും പെട്ടെന്ന് ഇതിന്റെ ആഘാതം സാധാരണ മനുഷ്യരിൽ എത്താൻ പോകുന്നത് കേരളത്തിലാണ്. നമ്മൾ T20 എന്ന് കേട്ടിട്ടേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ആ വാചകത്തിൽ ഇപ്പൊ കേരളത്തിൽ പ്രസക്തി ഉള്ളൂ. കാരണം ഒരു ചായക്ക് 20 രൂപയായിട്ട് മാറിയിരിക്കുകയാണ്. 3000 രൂപയാണ് വാണിജ്യ സിലിണ്ടർ വില. 993 രൂപ ഒറ്റയടിക്ക് കൂടി. 5 മാസത്തിലാണ് വാണിജ്യ സിലിണ്ടർ മാത്രം കൂടി 1498 രൂപയാണ്. മാത്രമല്ല, പാലിന് 4 രൂപ കൂടാൻ പോവുകയാണ്. അപ്പൊ ഹോട്ടൽ ഉടമകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഒരു ചായ കുടിക്കണമെങ്കിൽ 20 രൂപ. ഒരു ചായയും കടിയും എന്ന് പറയുമ്പോൾ ഉച്ചഭക്ഷണത്തിന് 5 മാസം മുമ്പുണ്ടായിരുന്ന പണത്തിന്റെ തോതിൽ എത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിന്റെ റൂറൽ മേഖലയിൽ ഈ വിലക്കയറ്റവും സാധാരണക്കാരന്റെ ജനജീവിതവും അങ്ങേയറ്റം പൊറുതിമുട്ടി നിൽക്കുക. എൻ്റെ പൊന്നു മക്കളെ, ദയവ് ചെയ്ത് പ്രതികരിക്കുക. നിങ്ങൾ ചിലപ്പോൾ UDF കാരനാവാം, ചിലപ്പോൾ ലീഗുകാരനാവാം, ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാവാം. പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പണ്ട് പറഞ്ഞ വാക്കുകൾ ഇദ്ദേഹത്തിന് പ്രത്യേകത ഉണ്ട്. ഇപ്പം പറഞ്ഞ നാളെ മാറ്റി പറയും. സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിൾ അടിച്ച് നോക്കി കിട്ടും. ഇല്ലെങ്കിൽ ഒരു പരമ്പരയായിട്ട് ഞാനങ്ങിട്ട് തരാം. പെട്രോളിൻ്റെ വിലയൊന്ന് കുറച്ച് സാറേ. ചായയുടെ വിലയ്ക്ക് 20 രൂപയായി. കൂലിപ്പണിക്ക് പോകുന്ന നമ്മളെപ്പോലെയുള്ള ആളുകളൊക്കെ എന്നാ ചെയ്യുക? അതുകൊണ്ട് മാത്രമാണ് കേട്ടാ. അപ്പോൾ
സതീശൻ ചേട്ടാ, നിങ്ങൾ ആള് പുള്ളിയാണ്, സംശയമൊന്നുമില്ല. കുറേ കാര്യങ്ങൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. സപ്പോർട്ട് ചെയ്ത് നടക്കുന്ന ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ. നട്ടല് പണയം വെക്കാത്ത ആളുകളാണെങ്കിൽ ദയവ് ചെയ്തിട്ട് എന്ത് കണ്ടാലും പ്രതികരിക്കണം. പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവസാനം എന്താ പറയുമോ? പണ്ട് BJP-ക്കാർ തലയിൽ ഗ്യാസും കുറ്റി ഏറ്റി നടന്ന ഓർമ്മയില്ലേ? ഇപ്പം അതൊന്നും ഒരു വിഷയമല്ല. 5000 ആണെങ്കിലും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാന്ന് പറഞ്ഞാൽ ആ രീതിയിലാവരുത്. പിണറായിനെ ദൈവമായിട്ട് കണ്ടിരുന്ന ആളുകളുണ്ട് എന്നൊക്കെ നിങ്ങൾ പറയുന്നില്ലേ? അതേപോലെ നിങ്ങളിപ്പോൾ സതീശനെ ദൈവമായി കാണുന്നു, സതീശനെ ആരാധിക്കുന്നു. അതിൻ്റെ ആവശ്യമില്ല. ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ ആരാധിക്കേണ്ടത് ഭരണഘടനയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ സുലാൻ.